വാർത്തയിലേക്ക് സ്വാഗതം. ശിശുക്കൾ ദൈവദൂതന്മാരാണ്. അവർ ദൈവത്തിന്റെ സന്ദേശവാഹകരാണ്. ഭൂമിയിൽ പിറക്കുന്ന ഓരോ കുഞ്ഞിനും ഒരു സന്ദേശം നൽകാനുണ്ട്. ഓരോ കുഞ്ഞും ഭൂമിയിൽ വരുന്നത് ഓരോ സന്ദേശവുമായാണ്. ഈ ക്രിസ്മസ് കാലത്ത് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങളാണ്. 1. ഉണ്ണീശോ ബെത്ലഹേമിലെ പാൽത്തോപ്പിൽ പിറന്ന ആ രാത്രി പൊന്നും മീറയും കുന്തിരിക്കുമായി യേശുക്രിസ്തുവിനെ കാണാനെത്തിയത് 3 രാജാക്കന്മാരാണ്. അന്ന് അവർക്ക് വഴികാട്ടിയായിരുന്നത് ഈ നക്ഷത്രമായിരുന്നു. ഈ ക്രിസ്മസ് വേളയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയാകുന്ന നക്ഷത്രമായി ഞാൻ മാറുമെന്ന്. 2. ഏഷ്യ പ്രവാചകനും ജെറമ്യ പ്രവാചകനും ഒക്കെ പ്രവചിച്ച ദൈവപുത്രന്റെ ജനനം സംഭവിച്ചത് മാളികയിലെ മഹാസൗധത്തിലല്ല, മറിച്ച് പന്തികാളികളുടെ തൊഴുത്തിലാണ്. ഇതിലൂടെ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന വിലമതിക്കാനാവാത്ത ഒരു പാഠമുണ്ട്: എളിമയുള്ളവരായിരിക്കുക. 3. എത്ര വലിയ ലക്ഷ്യങ്ങളോടെ നമ്മൾ ജീവിച്ചാലും നമ്മൾ എന്നും ആഗ്രഹിക്കുന്നത് എന്നും സമാധാനം ഉണ്ടായിരിക്കുക എന്നതാണ്. എങ്ങനെ ഈ സമാധാനം കാത്തു സൂക്ഷിക്കാം എന്നതിനുള്ള ഒരു വഴി ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉണ്ണി ഈശോയുടെ ജനനത്തിന് ശേഷം മാലാഖമാർ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്കെന്നും നല്ല മനസ്സുള്ളവരായിരിക്കാം. സമാധാനം കൂടെ വന്നോളും. ഈ ക്രിസ്മസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത 3 സന്ദേശങ്ങളാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഇവയെല്ലാം പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഡിസംബർ 25 മാത്രമല്ല, ഓരോ ദിവസവും നമുക്ക് ക്രിസ്മസ് ആക്കി മാറ്റാം. നന്ദി.